ഇന്ന് പറയുന്ന വീഡിയോ അടിനൂല് കയറി വരുന്നില്ല. ഒത്തിരി പേര് വിളിക്കുന്ന ഒരു കാര്യമാണ് അടിനൂല് കയറി വരുന്നില്ല, സ്റ്റിച്ച് കിട്ടുന്നില്ല. അതിന്റെ ഒരു കാരണമാണ് ഇന്ന് പറയുന്നത്. നമുക്കത് എന്താണ് കാരണമെന്ന് ഒന്ന് നോക്കാം. ഇതാണ് മെഷീൻ. ഈ മെഷീന്റെ പ്രശ്നം നമുക്ക് നോക്കാം. ഇത് ഇങ്ങനെ മുകളിലേക്ക് വച്ചു. സ്ക്വയർ പ്ലേറ്റ് ആണിത്. ഇത് അഴിച്ചു. ഇത് 2 സ്ക്രൂ അഴിക്കണം. സൂചി പൊക്കി വച്ചിട്ട് ബോബിൻ കേസ് ഊരിയെടുക്കാം. രണ്ട് സ്ക്രൂ നമ്മൾ അഴിച്ചു. ഇനി ഇവിടെയാണ് ഇതിൻ്റെ കാരണം വരുന്നത്. സൂചി നിൽക്കുന്ന കണ്ടോ? ഈ സൂചി നിൽക്കേണ്ടത് ഈ ഡ്രൈവ് എന്നാണ് പറയുന്നത്. ഇതിനെ പറയുന്നത് ഡ്രൈവ് എന്നാണ്. ഇതിങ്ങനെ കിടന്ന് കറങ്ങുന്ന ഒരു സംഭവമാണ്. ഇതിന് ഡ്രൈവ് എന്നാണ് പറയുന്നത്. ഈ ഡ്രൈവിൻ്റെ ഈ തുള, സൂചിയുടെ തുള കണ്ടോ? ഇത് കാണാമോ? ഈ തുള ഇവിടെ കറക്റ്റായിട്ട് ഈ ഡ്രൈവിൻ്റെ ഈ ഭാഗത്താണ് വരേണ്ടത്. കീപോട്ട് ഇറങ്ങി വരണം. അത് ഇറങ്ങി വരണമെങ്കിൽ ഈ മെഷീൻ്റെ ഇവിടെ മുകൾ ഭാഗത്തായിട്ട് നീഡിൽ ബാർ ഈ പുറകുവശത്തായിട്ട് ഒരു തുളയുണ്ട്. ആ തുള കാണിച്ചു തരാം. പുറകുവശത്താണ് അത് വരുന്നത്. ആണ് ഈ തുള കണ്ടോ? അതിൻ്റെ ഉള്ളിൽ സൂചി താഴ്ത്തി വച്ച് കഴിയുമ്പോൾ ഒരു ചെറിയ സ്ക്രൂ ഉണ്ട്. ഞാൻ തിരിക്കുന്ന കാണാമോ? കണ്ടോ? പതുക്കെ തിരിച്ചു. അത് കഴിയുമ്പോൾ ഇത് കണ്ടോ? കീപോട്ട് ഇറങ്ങിയ കണ്ടോ? ലൂസായി. തുള മനസ്സിലായോ? ഇതാണ് തുള. ഇത് കണ്ടോ? ഇവിടെ ഇരുട്ടായിരിക്കാം. തുള ഇതാണ്. ഈ തുളയ്ക്ക് ഉള്ളിലേക്ക് സൂചി താഴ്ത്തി വച്ചതിന് ശേഷം ചെറിയ ഒരു സ്ക്രൂ ഡ്രൈവർ ഇതിനുള്ളിൽ കടത്തി അത് പതുക്കെ ലൂസ് ചെയ്യുക. ചെയ്ത് കഴിയുമ്പോൾ നീഡിൽ ബാർ ഇങ്ങനെയായി. ഇനി ഇങ്ങേ വശത്ത് കാണിച്ചു തരാം. ഇത് ഇങ്ങനെയാണ്. ഇത് കണ്ടോ? സൂചി മുകളിലേക്ക് കയറിപ്പോയണ്ടോ? ഞാനത് പൊക്കവും താത്തവും ചെയ്യുന്നതാണ്. ഇത് നിർത്തേണ്ടത് തുള, ഇതിൻ്റെ തുള കണ്ടോ? ഈ തുള കറക്റ്റായിട്ട് ഇവിടെ കീപോട്ട് ഇങ്ങനെ ഇരിക്കണം. ഇത് കണ്ടോ? തുള കണ്ടോ? തുള ഇപ്പോൾ താണിരിക്കുകയാണ്. തുളയുള്ള ഭാഗം കറക്റ്റായിട്ട് ഇങ്ങനെ തുള നേരെ ഇരിക്കണം. തുള മാറിപ്പോകരുത്. ഇരുന്നതിന് ശേഷം ആദ്യം ഞാൻ മുറുക്കിയില്ലേ? ആദ്യം മുറുക്കിയ ആ ഭാഗത്ത് സ്ക്രൂ ഡ്രൈവർ കടത്തി അത് പതുക്കെ ഒന്ന് മുറുക്കി. അത് കറക്റ്റ് ആയിട്ട് അതിൻ്റെ വെട്ടിൽ ചാടിയാൽ മാത്രമേ അത് ആ സ്ക്രൂവിൻ്റെ വെട്ടിൽ ചാടിയാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. നമുക്കിതിങ്ങനെ നോക്കുമ്പോൾ കാണാൻ പാടില്ല. അത് മുറുക്കി. തുള കണ്ടോ? കറക്റ്റായിട്ട് തുള വന്നേക്കണ കണ്ടോ? ഇങ്ങനെയാണ് ഈ തുള വരേണ്ടത്. ഇപ്പോൾ കണ്ടോ? അപ്പോൾ അത് കറക്റ്റായിട്ട് തുള കിട്ടി. ഇനി നമ്മൾ സൂചി മുകളിലേക്ക് പൊക്കി വച്ചു. നമ്മൾ ആ സെറ്റ് വീണ്ടും സെറ്റ് എടുത്തു. അത് ഇവിടെ ഇങ്ങനെ വെച്ചു. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ഡ്രൈവ് സൂചി പൊക്കി വയ്ക്കുമ്പോൾ ഡ്രൈവ് ഇങ്ങനെ അങ്ങേ വശത്തേക്കാണ് പോകുന്നത്. ഈ സംഭവം ഷട്ടിൽ ഇത് ഇങ്ങേ വശത്താണ് കിടക്കേണ്ടത്. ഇങ്ങനെയാണ് വരുന്നത്. ഇത് നമ്മുടെ പാകത്തിന് വച്ചതിന് ശേഷം ഇങ്ങനെ കയറ്റിയിടാം. ഈ 2 തുളകൾ നോക്കണം. മുകളിലത്തെ ഈ 2 തുളകൾ ശ്രദ്ധിക്കണം. ഇനി ആ സ്ക്രൂ വെട്ടിൽ ഈ തുളയിൽ സ്ക്രൂ ഇട്ട് മുറുക്കുകയാണ് ചെയ്യുന്നത്. നിസ്സാര പണിയേ ഉള്ളൂ. നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന ഒരു തൊഴിലാണിത്. 2 മുറുക്കി. വെട്ടിൽ മുറുക്കുമ്പോൾ ശ്രദ്ധിക്കണം. സൂചി പൊക്കി വച്ചു. ഇനി നമ്മൾ ബോബിൻ കേസ് ഇടുകയാണ്. സൂചി പൊക്കി വച്ചതിന് ശേഷം ബോബിൻ കേസ് ഇട്ടു. ഇനി നമുക്ക് സ്ക്വയർ പ്ലേറ്റ് താഴേക്ക് വെച്ചു. സ്ക്വയർ പ്ലേറ്റ് ഇട്ടു. നൂല് ഇട്ട് നമുക്ക് തയ്ച്ച് നോക്കാം. സ്റ്റിച്ച് കിട്ടുമോ എന്ന് നോക്കാം. അടിനൂല് നമ്മൾ ഇത് ഈ ഭാഗത്ത് ഇങ്ങനെ താത്തിയിട്ടു. അടിനൂല് കയറി വരുന്നത് കണ്ടോ? അടിനൂല് കയറി വന്നു. അടിനൂല് കിട്ടില്ലായിരുന്നു. ഇനി നമുക്ക് തയ്ക്കാം. യാതൊരു പ്രശ്നങ്ങളുമില്ല. മെഷീൻ ഓക്കെയായി. മെഷീൻ റെഡിയായി.
ഇനിയിപ്പോ ഒരു കാര്യം പറയാനാണ് ഞാൻ വീണ്ടും വന്നത്. ഞങ്ങള് ഓൺലൈനായിട്ട് ക്ലാസ് തുടങ്ങുകയാണ്. വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി സ്കൂളിൽ അടച്ചിരിക്കുകയല്ലേ, അവധിക്കാല കോഴ്സുകൾ തുടങ്ങുകയാണ്. മൂവാറ്റുപുഴയിലാണ് എന്റെ സ്ഥാപനം. എന്നും അവിടെ കോഴ്സുകളുണ്ട്. ഇപ്പോൾ ഓൺലൈനായിട്ട് ബ്യൂട്ടീഷ്യനും തയ്യലും പഠിപ്പിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങളുടെ കുട്ടികളെ അതിൽ ചേർക്കണം. 800 രൂപയാണ് ഫീസ്. ആദ്യം 1000 ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഇപ്പൊ പലരും വിളിച്ചു പറഞ്ഞു 800 രൂപ ആക്കിയിട്ടുണ്ട്. ബ്യൂട്ടീഷ്യന് 1 മാസ കോഴ്സ് 800 രൂപ. അതുപോലെ തന്നെ തയ്യൽ പരിശീലനം, അതിനും 1 മാസത്തേക്ക് 800 രൂപയാണ്. നല്ല ക്ലാസ്സുകളാണ്. നിങ്ങൾക്ക് സ്വന്തമായി തയ്ക്കാൻ പാകത്തിനാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരും സഹകരിക്കണം, ഇതിനകത്ത് ചേരണം. എന്റെ നമ്പറിൽ വിളിച്ച് നിങ്ങളത് ബുക്ക് ചെയ്യണം. ഓക്കെ.